വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള അടിയന്തര ധനസഹായം ദുരിതബാധിതരുടെ അക്കൗണ്ടിൽ എത്തിയോ എന്ന് ഹൈക്കോടതി. ദുരന്തബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്ന് EMI പിടിച്ച ബാങ്കുകളുടെ നടപടിയെ കോടതി വിമർശിച്ചു. വയനാടിന് പുറമെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മഴക്കെടുതി ബാധിച്ച മേഖലകൾക്കും പുനരധിവാസം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുജിതബ ചേരുന്നുണ്ട്. മുജിതബ, കോടതി ഇടപെടൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്? രേഷ്മ, എല്ലാ വെള്ളിയാഴ്ചയും ഹൈക്കോടതി സ്വമേധയായി എടുത്ത ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോഴാണ് വിവിധ വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കോടതി ഈ കഴിഞ്ഞ തവണ ഈ ബാങ്കുകൾ ദുരിതബാധിതരുടെ അക്കൗണ്ടിലെത്തിയ പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് EMI പിടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം കോടതി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണെന്ന് കോടതി പറയുകയും ചെയ്തു. ഇത്രയും ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്, പ്രത്യേക ആവശ്യങ്ങൾക്കായി ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ പണം മറ്റു ആവശ്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഇങ്ങനെ വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒപ്പം തന്നെ അടിയന്തര ധനസഹായം ദുരിതബാധിതരുടെ അക്കൗണ്ടിൽ എത്തിയോ എന്ന് കോടതി അക്കാര്യം ഉറപ്പാക്കണമെന്നും പറയുന്നു. മാത്രമല്ല, ബാങ്കുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഒപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് നൽകിയ പണം മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ അടിയന്തരമായി സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിലൊരു നിർദ്ദേശം എല്ലാ ബാങ്കുകൾക്കും, പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളൊക്കെ സംസ്ഥാനത്തിന് കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ അത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം കൂടി ബോധ്യപ്പെടുത്തണം. ഒപ്പം തന്നെ പുനരധിവാസം സംബന്ധിച്ച് വയനാടിനൊപ്പം തന്നെ ഈ മഴക്കെടുതി ബാധിച്ച വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, വിലങ്ങാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെയും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വെള്ളിയാഴ്ചയും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കും. രേഷ്മ, ശരി.